അമ്മ മനസ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ പുതുതായി കാണുന്നവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ കഥയിലേക്ക് വരാം. ഇന്നത്തെ എപ്പിസോഡിൽ ആദ്യമായിട്ട് കാണിക്കുന്നത് സിദ്ധാർത്ഥിനെയാണ്. അവൻ ഡ്രസ്സ് ചേഞ്ച് ചെയ്യുന്നതിന് കണ്ണാടിക്ക് മുന്നിലാണ്. അപ്പോൾ ആ റൂമിലേക്ക് മേഘ കടന്നു വരികയാണ്. അവൾ അവനോട് ചോദിച്ചു, എന്താ സിദ്ധു, ഇന്ന് ഓഫീസിൽ നിന്ന് നേരത്തെ വന്നോ? അപ്പോൾ അവൻ, ഞാൻ വന്നത് പോട്ടെ, ആദ്യം നീ വന്ന കാര്യം പറ. അപ്പോൾ അവൾ, വലിയ സന്തോഷത്തിലാണെന്ന് തോന്നുമല്ലോ. അതെ, വലിയ സന്തോഷത്തിലാണ്. അതിപ്പോൾ നിനക്കെന്താ? ചിരിച്ചുകൊണ്ട് അവൻ പറഞ്ഞു, നീ എന്തുകൊണ്ടാണ് ഇത്ര സന്തോഷിക്കുന്നതെന്ന് എനിക്കറിയാം. അപ്പോൾ അവൻ, അറിയാലോ, പിന്നെന്താ, പെട്ടെന്ന് സ്ഥലം കാലിയാക്കാൻ നോക്ക്. ഞാനിവിടുന്ന് പോകുന്നതിന് മുമ്പ് നിന്നോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താ കാര്യം? നീ ഇപ്പോൾ സന്തോഷമായിരിക്കുന്നതിൻ്റെ കാരണം ഞാനാണ്. അപ്പോൾ സിദ്ധാർത്ഥ ഒന്ന് ആലോചിച്ചു. മേഘ തുടർന്നു, ഞാനാണ് സന്ധ്യയോട് പറഞ്ഞത് നീ മറ്റൊരാളെ പ്രണയിക്കുന്നുണ്ട്, അതുകൊണ്ട് ഈ കല്യാണത്തിന് സമ്മതിക്കണ്ട എന്ന്. സന്ധ്യയും അപ്പോൾ നിന്നെ വേണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അവന് കുറച്ച് സന്തോഷത്തിൽ പറഞ്ഞു, ഈ വിവാഹം എങ്ങനെ മുടക്കും എന്ന് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ നീ അത് വളരെ സിമ്പിളായി മുടക്കി. എനിക്ക് വേണ്ടി നീ ചെയ്തു തരുന്ന ഒരേ ഒരു ഉപകാരം ഇത് മാത്രമാണ്. താങ്ക് യു സോ മച്ച്. അവൾ അവനെ പരിഹസിച്ചുകൊണ്ട് ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, സന്ധ്യക്ക് മാത്രമല്ല ചന്ദ്രയ്ക്കും നിന്നെ വിവാഹം കഴിക്കാൻ പറ്റില്ല. അപ്പോൾ അവൻ അവളെ സങ്കടത്തോടെ നോക്കി. അവൾ ആസ്വദിച്ച് ചിരിക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് അവൾ പറഞ്ഞു, ഈ ലോകത്ത് ഒരു പെണ്ണിനും നിന്നെ തൊടാൻ പോലും പറ്റില്ല, ഞാനൊഴികെ. അതെയോ? അതേന്നെ. എന്നിട്ട് അവൾ അല്പം വാശിയോടെ, നിന്നോടൊപ്പം ജീവിക്കുന്നത് ഞാൻ മാത്രമാണ്. വേറെ ആരെങ്കിലും നിന്നോടൊപ്പം ജീവിക്കണമെന്ന് തീരുമാനിച്ചാൽ ഞാൻ അതിന് സമ്മതിക്കില്ല. അവൻ കുറച്ച് അലോസരമായിട്ട് പറഞ്ഞു, ശരി ശരി, ഇവിടുന്ന് പോകാൻ നോക്ക്, നല്ല ചൂട്, കുറച്ച് കാറ്റ് കിട്ടട്ടെ. അവൾ അവനെ നോക്കി ചിരിച്ചുകൊണ്ട് നടന്നു നീങ്ങി. അവനപ്പോൾ എന്തൊക്കെയോ ആലോചിച്ചുകൊണ്ട് നിൽക്കുകയാണ്. പിന്നെ കാണിക്കുന്നത് അമ്പലത്തിലേക്ക് നടന്നു പോകുന്ന ചന്ദ്രികയാണ്. അപ്പോൾ അവളോട് പൂജാരി ചോദിക്കുകയാണ്, വരൂ ചന്ദ്രികയെ, മലറിനെ കൊണ്ടുവന്നില്ലേ? ഇല്ല, മലർ സ്കൂളിൽ പോയതാ തിരുമേനി. സ്കൂളിൽ പോയോ? നല്ല കാര്യമാണല്ലോ. എന്നിട്ട് ചോദിച്ചു, മോളുടെ പേരല്ലേ അർച്ചന? ആ, ഇതാ മലർ, ചതയം നക്ഷത്രം. അപ്പോൾ പൂജാരി പ്രാർത്ഥിച്ചുകൊണ്ട് അകത്തേക്ക് പോയി. അവൾ അവിടെ നിന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. പൂജ കഴിഞ്ഞ് തിരുമേനി പുറത്തെത്തി. പ്രസാദം വാങ്ങിച്ച് നെറ്റിയിൽ തൊട്ട് അവൾ തിരിഞ്ഞു നോക്കിയപ്പോൾ അതാ അങ്ങോട്ടേക്ക് വരുന്ന സന്ധ്യയെയാണ് കാണുന്നത്. അപ്പോൾ ചന്ദ്രിക മനസ്സിൽ ഓർക്കുകയാണ്, ഇത് സന്ധ്യയല്ലേ, ഇവരെന്തായിരിക്കും ഈ സിദ്ധു സാറിന് വിവാഹം കഴിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞേ? എന്തായിരിക്കും കാരണം? അപ്പോൾ സന്ധ്യയും അങ്ങോട്ടേക്ക് നടന്ന് നീങ്ങി വരികയാണ്. അപ്പോൾ പൂജാരി സന്ധ്യയോട് ചോദിക്കുകയാണ്, ആരുടെ പേരിലാണ് അർച്ചന? അപ്പോൾ അവൾ, ഭഗവാന്റെ പേരിൽ. ശരി. ചന്ദ്രിക പിന്നെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്, സിദ്ധു സാറിനെ ഇവർക്ക് വലിയ ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടാണ് ഈ പ്രപ്പോസൽ തന്നെ വന്നത്. പിന്നെ എന്തുകൊണ്ടായിരിക്കും ഇവർക്ക് സിദ്ധു സാറിനെ ഇഷ്ടമില്ലാതായി പോയത്? എന്താ കാരണമെന്ന് ഇവരോട് തന്നെ ചോദിച്ചു നോക്കാം. പൂജയൊക്കെ കഴിഞ്ഞ് പ്രസാദവും വാങ്ങിച്ച് സന്ധ്യ നടന്ന് നീങ്ങാനൊരുങ്ങുമ്പോൾ ചന്ദ്രിക അവരെ അടുത്തേക്ക് വന്നു. സന്ധ്യയുടെ അടുത്തെത്തി, അതെ, ഒരു മിനിറ്റ്. എന്നിട്ട് സന്ധ്യയോട് ചോദിക്കുകയാണ്, എന്നെ സന്ധ്യക്ക് ഓർമ്മയുണ്ടോ? അപ്പോൾ സന്ധ്യ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എങ്ങനെ ഓർമ്മയില്ലാണ്ടിരിക്കുക, എങ്ങനെ ഇരിക്കുന്നു? സുഖമായിട്ടിരിക്കുന്നു. സന്ധ്യക്ക് സുഖമല്ലേ? എനിക്കും സുഖമാണ്. സന്ധ്യ ഒറ്റക്കാണോ ക്ഷേത്രത്തിലേക്ക് വന്നത്? അതെ, ഞാൻ ഒറ്റക്കാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ചന്ദ്രിക മടിച്ച് ചോദിക്കുകയാണ്, സന്ധ്യ തെറ്റിദ്ധരിക്കില്ല എങ്കിൽ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ? എന്തായാലും ചോദിച്ചോളൂ. ഒന്നുമില്ല, സന്ധ്യക്ക് സിദ്ധു സാറിന് ഒരുപാട് ഇഷ്ടമായതുകൊണ്ടാണല്ലോ ഈ ആലോചന ഉറപ്പിച്ചത്. പക്ഷേ സന്ധ്യ തന്നെ സിദ്ധു സാറിന് ഇഷ്ടമല്ല എന്ന് പറഞ്ഞ് ഈ വിവാഹം മുടങ്ങിയല്ലോ, അതിനെന്തെങ്കിലും കാരണമുണ്ടോ? അപ്പോൾ സന്ധ്യ വീണ്ടും ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഉറപ്പായും കാരണമുണ്ട്.
ആ കാരണം നിനക്കറിയണമെന്നുണ്ടോ? വീണ്ടും അവൾ ചന്ദ്രിക മടിച്ച് മടിച്ച് സന്ധ്യയോട് ചോദിക്കുകയാണ്. സന്ധ്യക്ക് സമ്മതമാണെങ്കിൽ മതി, ഞാൻ നിർബന്ധിക്കില്ല. അപ്പോൾ സന്ധ്യ പറയാണ്, ഉറപ്പായും നീ അതറിയണം. ഞാൻ സിദ്ധാർത്ഥിനെ വിവാഹം കഴിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞതിൻ്റെ കാരണം തന്നെ നീയാണ്. ഇത് കേട്ടതും ചന്ദ്രിക ഒന്ന് ഞെട്ടിപ്പോയി. എന്താ ഈ പറയുന്നത്? ഞാനാണ് കാരണമെന്നോ? അതെ, നീ തന്നെയാണ് കാരണം. സിദ്ധാർത്ഥ് സ്നേഹിക്കുന്നത് നിന്നെയല്ലേ? അങ്ങനെയുള്ളപ്പോൾ എനിക്കെങ്ങനെ അദ്ദേഹത്തെ വിവാഹം കഴിക്കാൻ സാധിക്കും? അപ്പോൾ എൻ്റെ വിവാഹം മുടങ്ങിയതിന് കാരണം നീയല്ലേ? അപ്പോൾ ചന്ദ്രിക ഒന്ന് പരിങ്ങി. അത് ചന്ദ്രിക ഒന്നും പറയണ്ട, എനിക്കെല്ലാം അറിയാം. സിദ്ധു സാറ് എന്നെ സ്നേഹിക്കുന്ന വിവരം സന്ധ്യക്ക് എങ്ങനെ അറിയാം? അത് സിദ്ധു തന്നെയാണ് എന്നോട് പറഞ്ഞത്. അപ്പോൾ ചന്ദ്രിക വളരെ വിഷമത്തോടെ സന്ധ്യയോട് ചോദിച്ചു, സിദ്ധു സാറ് സന്ധ്യയോട് പറഞ്ഞോ? അതെ, അദ്ദേഹമാണ് പറഞ്ഞത്. എൻഗേജ്മെൻറ്റിന് തീയതി കുറിച്ച ശേഷം ഞാനും സിദ്ധുവും തമ്മിൽ കണ്ടിരുന്നു. അപ്പോഴാണ് നിന്നെ അദ്ദേഹം ഒരു വർഷമായി സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞത്. ഇവരങ്ങനെ സംസാരിച്ചു കൊണ്ട് നിൽക്കുമ്പോൾ കുറച്ചപ്പുറത്തു നിന്നും ജാനകിയമ്മ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. സന്ധ്യ വീണ്ടും പറയാണ്, എന്തായാലും നന്നായി എൻഗേജ്മെൻറ്റിന് മുമ്പേ എന്നോട് പറഞ്ഞത്, അല്ലെങ്കിൽ വിവാഹം വരെ എത്തിയേനെ. ജാനകിയമ്മ പ്രാർത്ഥിച്ചുകൊണ്ട് അങ്ങോട്ട് വരികയാണ്. സന്ധ്യ പിന്നെയും ചന്ദ്രികയോട് പറയാണ്, സിദ്ധാർത്ഥിനെ പോലൊരാൾ നിന്നെ വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ട് എന്ന് പറയുകയാണെങ്കിൽ ശരിക്കും നീ ഒരു ഭാഗ്യവതിയാണ്. സിദ്ധാർത്ഥ് പല തവണ നിന്നെ പ്രപ്പോസ് ചെയ്തിട്ടും നീ അത് അക്സെപ്റ്റ് ചെയ്തില്ലെന്ന് പറഞ്ഞു. അതുകൊണ്ട് അദ്ദേഹം വളരെ വിഷമത്തിലാണ്. പാവം, അദ്ദേഹത്തെ ഒരുപാട് കാലം വിഷമിപ്പിക്കരുത്. നീ എത്രയും വേഗം അദ്ദേഹത്തിൻ്റെ പ്രപ്പോസൽ സ്വീകരിച്ച് അദ്ദേഹത്തെ വിവാഹം കഴിച്ച് സന്തോഷത്തോടെ ജീവിക്കാൻ ശ്രമിക്കുക. പെട്ടെന്ന് പോയിക്കൊണ്ടിരുന്ന ജാനകിയമ്മയുടെ കണ്ണിൽ ചന്ദ്രികയും സന്ധ്യയും കണ്ണിൽ പെട്ടു. സന്ധ്യ സംസാരിച്ചുകൊണ്ടേയിരിക്കുകയാണ്, സിദ്ധുവും നീയും തമ്മിലുള്ള വിവാഹം എത്രയും പെട്ടെന്ന് നടക്കട്ടെ. രണ്ടുപേരും സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ജാനകിയമ്മ സംശയത്തോടെ അവരെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഇൻവിറ്റേഷൻ അയക്കണം, ഉറപ്പായും ഞാൻ കല്യാണത്തിന് വരും എന്നും പറഞ്ഞ് സന്ധ്യ ചന്ദ്രികയ്ക്ക് ഷെയ്ക്ക് ഹാൻഡ് കൊടുത്തു. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. ചന്ദ്രിക മടിച്ചു നിന്നു. അപ്പോൾ പിന്നെയും സന്ധ്യ പറയാണ്, കൈ തരൂ. അവൾ എന്തോ മനസ്സോടെ സന്ധ്യക്ക് കൈ കൊടുത്തു. ഇതെല്ലാം കണ്ടുകൊണ്ട് കുറച്ചപ്പുറത്ത് ജാനകിയമ്മ തരിച്ചു നിന്നു. സന്ധ്യ ചന്ദ്രികയെ കെട്ടിപ്പിടിക്കുകയാണ്. എങ്കിൽ ഞാൻ പോട്ടെ. അവൾ നടന്ന് നീങ്ങി. അപ്പോൾ ജാനകിയമ്മ മനസ്സിൽ ഇങ്ങനെ പറയാണ്, സന്ധ്യ എന്തിനാ ചന്ദ്രികയെ കണ്ട് സംസാരിക്കുന്നേ? ഇതിലെന്തോ പ്രശ്നമുണ്ടല്ലോ. സന്ധ്യ സിദ്ധാർത്ഥിനെ വിവാഹം കഴിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞതിൻ്റെ കാരണം ചന്ദ്രികയാണോ? ചന്ദ്രികയായിരിക്കും സിദ്ധുവും ഞാനും പ്രേമിക്കുന്നുണ്ട് എന്ന് സന്ധ്യയോട് പോയി പറഞ്ഞു കൊടുത്തത്. ഇനി അതുകൊണ്ടാണോ സന്ധ്യ സിദ്ധാർത്ഥിനെ വിവാഹം കഴിക്കില്ല എന്ന് പറഞ്ഞത്? ജാനകിയമ്മ ഓരോന്ന് ആലോചിച്ചു കൊണ്ടേയിരിക്കുകയാണ്. ചന്ദ്രിക എന്തൊക്കെയോ മനസ്സിലോർത്ത് നടന്നു നീങ്ങുകയാണ്. ജാനകിയമ്മ ആകെ ദേഷ്യത്തിലാണ്. പിന്നെ കാണിക്കുന്നത് പിറ്റേ ദിവസമാണ്. കുളിയൊക്കെ കഴിഞ്ഞ് റൂമിലേക്ക് വരികയാണ് ചന്ദ്രിക. അപ്പോൾ പായയിൽ കിടക്കുന്നിടത്ത് മലറിനെ കാണാഞ്ഞപ്പോൾ ഇവളിത് എവിടെ പോയി എന്നും പറഞ്ഞ്, മലർ നീ എവിടാ? ഇവളിത് രാവിലെ എങ്ങോട്ടാ പോയത്? പ്രിയയുടെ കൂടെ കളിക്കാൻ പോയതായിരിക്കും. പിന്നെ കാണിക്കുന്നത് സിദ്ധുവിനെയും മലറിനെയാണ്. രണ്ടുപേരും പുഷപ്പ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. 1 2. സിദ്ധു മലറിനെ പുഷപ്പ് ചെയ്യാൻ പഠിപ്പിക്കുകയാണ്. 3. അപ്പോൾ മലരും അതുപോലെ ഏറ്റു പറയുകയാണ്. 3. ഗുഡ്. അപ്പോൾ അങ്ങോട്ടേക്ക് മലറിനെ തിരഞ്ഞ് ചന്ദ്രിക എത്തുകയാണ്. മലർ. അപ്പോൾ ഇപ്പുറത്ത് സിദ്ധാർത്ഥും മലരും 22. ഇത് കേട്ടുകൊണ്ട് അങ്ങോട്ടേക്ക് ചന്ദ്രിക ചിരിച്ചുകൊണ്ട് വരികയാണ്. പുഷപ്പ് 28 എത്തിയപ്പോഴേക്കും ചന്ദ്രിക അവരുടെ അടുത്തെത്തി. അവൾക്ക് നല്ലോണം ചിരി വരുന്നുണ്ട്. എന്താ ഈ ചെയ്യുന്നത് മലർ? അപ്പോൾ മലർ, കണ്ടിട്ട് മനസ്സിലായില്ലേ, എക്സസൈസ് ചെയ്യുക. ഇതെന്തൊക്കെയാ പുതിയ കാര്യങ്ങളാണല്ലോ. അപ്പോൾ മലർ പറഞ്ഞു, ഡെയിലി എക്സസൈസ് ചെയ്താൽ ശരീരത്തിന് നല്ലതാണെന്ന് എൻ്റെ PT സാറ് പറഞ്ഞു. ചന്ദ്രികയ്ക്ക് ഇത് കേട്ട് ചിരി വന്നു. സിദ്ധുവും ചിരിക്കുകയാണ്. അതുകൊണ്ടാ സിദ്ധുവിനെ നോക്കി ഞാനും ചെയ്തത്.
അപ്പോൾ സിദ്ധു ചോദിക്കുകയാണ്, എന്താ ചന്ദ്രികേ, മലര് എക്സസൈസ് ചെയ്യാൻ പാടില്ലേ? ഈ പ്രായത്തിൽ ഇവള് എക്സസൈസ് ചെയ്ത് ഇവള് എന്താ നേടാൻ പോകുന്നത്? അത് കേട്ട് സിദ്ധു ചിരിച്ചു. കുറച്ച് വലുതായിട്ടാണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ചെറിയ കുട്ടിയായിരിക്കുമ്പോഴേ നമ്മൾ നല്ല കാര്യങ്ങളൊക്കെ ശീലിപ്പിക്കണം. എന്നാൽ നമുക്ക് ഫ്യൂച്ചറിൽ ഇതൊക്കെ വളരെ എളുപ്പം ഫോളോ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ചന്ദ്രിക മലറിനോടായി പറയാണ്, മലർ, നിനക്ക് പാല് കാച്ചി വെച്ചിട്ടുണ്ട്, വാ വാ വന്ന് കുടിക്കേ. കുറച്ച് കഴിഞ്ഞിട്ട് വന്ന് കുടിക്കാം അമ്മേ. അതൊന്നും പറ്റില്ല, പിന്നെ സ്കൂൾ പോകാൻ താമസിക്കും. നീ ഇപ്പം തന്നെ വന്ന് കുളിച്ച് റെഡിയായാലേ സമയത്തിന് പോകാൻ പറ്റൂ. ആ ശരി ശരി അമ്മേ. ബായ് സിദ്ധു. ബായ്. സിദ്ധു വളരെ സന്തോഷത്തോടെ പിന്നെയും പുഷപ്പ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ചന്ദ്രിക അല്പം നടന്നു നീങ്ങി തിരിഞ്ഞ് സിദ്ധാർത്ഥിനെ നോക്കി. എന്നിട്ട് വീണ്ടും സിദ്ധാർത്ഥിൻ്റെ അടുത്തേക്ക് വരികയാണ്. സാർ, നീ ഇതുവരെ പോയില്ലേ? പറ ചന്ദ്രികേ. അപ്പോൾ അവൾ പറയാണ്, ഇന്നലെ ഞാൻ ക്ഷേത്രത്തിൽ വെച്ച് സന്ധ്യയെ കണ്ടിരുന്നു. എന്തുകൊണ്ടാണ് സിദ്ധാർത്ഥ സാറിനെ കല്യാണം കഴിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞതെന്ന് ഞാൻ ചോദിച്ചു. പക്ഷേ അതിനവൾ പറഞ്ഞ മറുപടി എന്നെ ശരിക്കും ഞെട്ടിച്ചു. അപ്പോൾ സിദ്ധു ചോദിച്ചു, എന്താ പറഞ്ഞേ? അപ്പോൾ ചന്ദ്ര ചോദിക്കുകയാണ്, ആരെയോ സ്നേഹിക്കുന്നതായി അവളോട് പറഞ്ഞോ? അപ്പം അല്പം ഗൗരവത്തോടെ അവൻ പറയാണ്, ആരെയോ സ്നേഹിക്കുക എന്നൊന്നുമല്ല ഞാൻ പറഞ്ഞത്, ചന്ദ്രികയെ സ്നേഹിക്കുന്നു എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അവൾ ചോദിച്ചു, എന്തിനാ സാർ അങ്ങനെ പറഞ്ഞത്? സന്ധ്യയ്ക്ക് എന്താ സാർ ഒരു കുറവ്? കാണാൻ നല്ല സുന്ദരിയാണ്, നല്ല വിദ്യാഭ്യാസമുണ്ട്, നല്ല കഴിവുള്ള കുടുംബം, സാറിന് നല്ല ചേർച്ചയുണ്ടാവും. സാർ അവരെ വിവാഹം കഴിക്കുമെങ്കിൽ അവരുടെ ചേട്ടന് ആരതിയെയും വിവാഹം കഴിക്കുമല്ലോ. നിങ്ങളെ രണ്ടുപേരുടെയും ജീവിതം നന്നാകുമായിരുന്നല്ലോ. സാർ എടുത്ത തീരുമാനം കാരണം ഒരു നല്ല ബന്ധമാണ് പോയത്. സാർ ആ ബന്ധം വേണ്ട എന്ന് പറയുന്നതിന് മുമ്പ് ആരതിയെക്കുറിച്ചൊന്ന് ചിന്തിക്കണമായിരുന്നു. അപ്പോൾ അവൻ ചിരിച്ചുകൊണ്ട് പറയാണ്, ചന്ദ്രികേ, ഞാൻ സന്ധ്യയെ വിവാഹം കഴിച്ചാൽ മാത്രം വിക്രം ആരതിയെ വിവാഹം കഴിക്കും എന്ന് പറയുന്നത്. എനിക്ക് മനസാക്ഷിക്ക് വിരോധമായി ഒന്നും ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ടാണ് സത്യം എന്താണോ അതുപോലെ പറഞ്ഞത്. അപ്പോൾ അവൾ പറയാണ്, സാറ് പറഞ്ഞത് തെറ്റാണെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ദേ നോക്ക് ചന്ദ്രയെ, ഞാൻ ഇതുവരെ നിന്നോട് എന്നെ സ്നേഹിക്കണമെന്നോ എന്നെ കല്യാണം കഴിക്കണമെന്നോ ഇതുവരെ നിർബന്ധിച്ചിട്ട് പോലുമില്ല. എനിക്ക് മലരിനെ വലിയ ഇഷ്ടമാണ്, അതുപോലെ എനിക്ക് നിന്നെയും ഇഷ്ടമാണ്. ജീവിതകാലം മുഴുവൻ നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു നല്ല സുഹൃത്തായി, വഴികാട്ടിയായി, വെൽവിഷറായി ഞാൻ കഴിഞ്ഞോളാം. അത്രയേ ഉള്ളൂ. ഞാനിങ്ങനെ കഴിയുന്നത് കൊണ്ട് എൻ്റെ ജീവിതത്തിനോ നിൻ്റെ ജീവിതത്തിനോ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. അല്ല സാർ, സാർ എനിക്ക് വേണ്ടിയും മലരിനു വേണ്ടിയും വിവാഹം കഴിക്കാതിരിക്കുന്നത് നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. സാറ് എനിക്ക് വേണ്ടി ജീവിതം നശിപ്പിക്കുന്നു എന്നാണ് സാറിൻ്റെ അമ്മ പോലും കരുതുന്നത്. ഒരമ്മക്കും തൻ്റെ മോനെ വിവാഹം കഴിക്കാതിരിക്കുന്നത് ഇഷ്ടമാവുകയില്ല. അങ്ങനെയല്ലേ സാർ, സാറിൻ്റെ അമ്മയും? സാറ് വിവാഹം കഴിച്ച് നല്ല രീതിക്ക് ജീവിക്കണമെന്ന് ആ അമ്മയും ആഗ്രഹിക്കുന്നു. ആ അമ്മയുടെ ആഗ്രഹം നിറവേറ്റണം സാർ. സാറിൻ്റെ അമ്മ കാണിച്ചു തരുന്ന പെൺകുട്ടിയെ സാറ് വിവാഹം കഴിക്കുന്നത് തന്നെയാണ് നല്ലത്. അപ്പോൾ കൈയെടുത്ത് വിലക്കിക്കൊണ്ട് സിദ്ധു, ചന്ദ്രികയെ, ഞാൻ എങ്ങനെയാണോ നിന്നെ നിർബന്ധിക്കാതിരിക്കുന്നത് അതുപോലെ തന്നെ ഈ കാര്യത്തിൽ നീ എന്നെയും നിർബന്ധിക്കരുത്. എനിക്കിങ്ങനെ ജീവിക്കാനാണ് ഇഷ്ടം. അപ്പോൾ അവൾ, അതല്ല സാർ. സിദ്ധു അവളെ പറയാൻ സമ്മതിക്കാതെ ഇടയിൽ കയറി, ചന്ദ്രികയെ ചെല്ല്, മലര് നിന്നെ കാത്തിരിക്കായിരിക്കും. അവൾക്ക് കഴിക്കാനും ഫുഡൊക്കെ കൊടുത്ത് അവളെ സ്കൂളിലേക്ക് അയക്ക്, പോ, ചെല്ല്. അവൾ സങ്കടത്തോടെ തിരിഞ്ഞ് നടന്നു പോയി. പിന്നെ കാണിക്കുന്നത് മഹേന്ദ്രൻ സാറിൻ്റെ വീട്ടുമുറ്റത്ത് കോലമിടുന്ന ചന്ദ്രികയാണ്. അവൾ അതിമനോഹരമായിട്ട് കോലമിട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അങ്ങോട്ടേക്ക് ദേഷ്യത്തോടെ വീൽ ചെയറിൽ ജാനകിയമ്മ വരികയാണ്. അവൾ കോലമിടുന്നത് ഈർഷ്യയോടെ ജാനകിയമ്മ നോക്കി നിൽക്കുകയാണ്. തലേ ദിവസം ചന്ദ്രികയും സന്ധ്യയും തമ്മിൽ സംസാരിച്ചത് ഈ ജാനകിയമ്മ ഓർക്കുകയാണ് വളരെ ദേഷ്യത്തോടെ. ചന്ദ്രിക കോലമിടുമ്പോൾ ആ കോലത്തിൻ്റെ മേലേക്ക് വീൽ ചെയറിൽ ജാനകിയമ്മ ഉരുട്ടി കൊണ്ടുവരികയാണ്. ഇപ്പോൾ അവരെ വീൽ ചെയർ ഈ കോലത്തിൻ്റെ മുകളിലായിരിക്കുകയാണ്. അപ്പോൾ ചന്ദ്രിക ഞെട്ടിപ്പോയി. എന്താ മാഡം കോലത്തിൻ്റെ മുകളിലേക്ക് കയറിയത്? അപ്പോൾ ദേഷ്യത്തോടെ ജാനകിയമ്മ, എൻ്റെ മോൻ്റെ ജീവിതം അലങ്കോലമാക്കിയിട്ട് ഇവിടെ കോലം വരച്ചുകൊണ്ടിരിക്കുകയാണോ? ചന്ദ്രിക ആകെ ഞെട്ടിപ്പോയി. അത് എത്ര വലിയ ബന്ധമായിരുന്നു എന്നറിയാമോ? നമ്മുടെ നാട്ടിൽ ഏറ്റവും വലിയ സ്റ്റീൽ ബിസിനസ് നടത്തുന്നവരാ.
അവരുടെ വീട്ടിൽ ചെന്ന് എൻ്റെ മോള് ജീവിക്കുന്നത് നീ ഇല്ലാണ്ടാക്കിയില്ലേ? നീ ഒരു പെണ്ണല്ലേ? മറ്റൊരു പെണ്ണിൻ്റെ ജീവിതം ഇല്ലാണ്ടാക്കാൻ നിനക്ക് എങ്ങനെ ധൈര്യം വന്നു? ചന്ദ്രിക ആകെ പേടിച്ചുപോയി, ആകെ വിഷമത്തിലായി. വീണ്ടും ജാനകിയമ്മ പറയാണ്, എൻ്റെ മക്കളുടെ ജീവിതം തുലക്കാൻ വേണ്ടിയിട്ടാണോ നിന്നെ അവിടുന്ന് കെട്ടിയെടുത്തത്? എൻ്റെ മക്കളുടെ ജീവിതം നശിക്കാതിരിക്കാനും വേണ്ടിയിട്ടാ നിന്നോട് 1000 തവണ ആവർത്തിച്ച് പറഞ്ഞത്. ഇപ്പോൾ എൻ്റെ മക്കളുടെ ജീവിതം നശിപ്പിച്ച് കുട്ടിച്ചോറാക്കി. ഇതിന് നീ എന്തുത്തരാ പറയാൻ പോകുന്നത്? പറയ്. അയ്യോ മാഡം, ഈ കല്യാണം നടക്കണം എന്ന് തന്നെയാണ് ഞാനും വിചാരിച്ചിട്ടുള്ളൂ. ഞാൻ ഈ വിവാഹം മുടക്കാനൊന്നും നോക്കിയിട്ടില്ല മാഡം. ഓഹോ, അപ്പോൾ ഈ കല്യാണം മുടങ്ങിയതിന് കാരണം നീയല്ല എന്ന് നിൻ്റെ മകളുടെ തലയിൽ തൊട്ട് സത്യം ചെയ്യാമോ? അപ്പോൾ ചന്ദ്രിക കരഞ്ഞുകൊണ്ട് പറയാണ്, മാഡം എന്തിനാ മാഡം ഇങ്ങനെയൊക്കെ പറയുന്നത്? എന്നെ ഇങ്ങനെ സംസാരിപ്പിക്കുന്നതേ നീയാണടി. നീ നല്ലവള് ചമഞ്ഞ് പഞ്ചസാര വർത്താനം പറഞ്ഞ് ഒന്നും ഞാൻ അറിയില്ല എന്ന് വിചാരിച്ചോ? നിൻ്റെ മനസ്സ് മുഴുവൻ വിഷ. എങ്ങനെയെങ്കിലും പണക്കാരുടെ വീട്ടിലെ പയ്യനെ തട്ടിയെടുത്താൽ ജീവിതം സെറ്റിലാവുമെന്ന് വിചാരിച്ചു. ചന്ദ്രിക ആകെ വിഷമത്തിൽ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ജാനകിയമ്മ പിന്നെയും പറയാണ്, അത് ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ നടക്കില്ല. എന്നിട്ട് അവളെ വെറുപ്പോടെ നോക്കുകയാണ്. ഇതുവരെയൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡ്. ഇവിടെ അവസാനിക്കുകയാണ് ഇന്നത്തെ എപ്പിസോഡ്. ഇനി കുറച്ച് നാളത്തെ പറയാം. ചന്ദ്രിക കരഞ്ഞുകൊണ്ട് വളരെ ദേഷ്യത്തോടെ പൊട്ടിത്തെറിച്ച് ജാനകിയമ്മയോട് ചോദിക്കുകയാണ്, എന്തടിസ്ഥാനത്തിലാണ് ഞാൻ ഈ കല്യാണം മുടക്കിയെന്ന് മാഡം പറയുന്നത്? ഓ, സാക്ഷിയും തെളിവുമായിട്ട് പറഞ്ഞാലേ തമ്പുരാട്ടി വിശ്വസിക്കൂ എന്നാണോ? ഇന്നലെ നീ ക്ഷേത്രത്തിൽ വെച്ച് സന്ധ്യയുമായി സംസാരിക്കുന്നത് ഞാൻ കണ്ടു. അവളും നിന്നെ കെട്ടിപ്പിടിച്ചല്ലേ പോയെ? പിന്നെ കാണിക്കുന്നത് മനീഷിനെയാണ്. മനീഷ് പ്രിയയോട് ചോദിക്കുകയാണ്, കുട്ടി എത്ര ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 2nd സ്റ്റാൻഡേർഡ്. ശരി, മോളുടെ അച്ഛൻ്റെ പേരെന്താ? അപ്പോൾ പ്രിയ മറുപടിയൊന്നും പറഞ്ഞില്ല. മോളുടെ അച്ഛൻ എവിടെ ജോലി ചെയ്യുന്നത്? അതിനും കുട്ടി മറുപടിയൊന്നും പറഞ്ഞില്ല. അപ്പോൾ ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. വീണ്ടും നാളെ പുതിയൊരു എപ്പിസോഡുമായിട്ട് വരും വരേക്കും ടാറ്റാ, ബൈ ബൈ.